प्यारे बच्चों, सबको मेरी कक्षा की ओर स्वागत। आज नवीं कक्षा का दूसरी इकाई है। इस इकाई का उद्देश्य छात्रों का ध्यान ऐतिहासिक घटनाओं की ओर आकृष्ट करना है। ഇന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ ഉദ്ദേശ്യം വിദ്യാർത്ഥികളെ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ചില ചരിത്ര സംഭവങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഇക്കായി ഉണ്ടാക്കിയിരിക്കുന്നത്. इस इकाई में सबसे पहले एक आदमी का चित्र है. चित्र में कौन है देखें. यह भगत सिंह का चित्र है. भगत सिंह कौन थे? भगत सिंह भारत के स्वतंत्रता सेनानी एवं क्रांतिकारी थे. ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരിയുമായിരുന്നു ഭഗത് സിംഗ്. अंग्रेजों को परास्त करने के लिए भगत सिंह ने बहुत अधिक परिश्रम किया. उन्होंने अपने साहस से अंग्रेजों का सामना किया. इस कारण से अंग्रेजों ने इन्हें देशद्रोह का जुल्म लगाकर फांसी पर चढ़ा दिया. फांसी पर चढ़ने से पूर्व इन्होंने अपने मित्र के नाम एक पत्र लिखा. इस पत्र का कुछ अंश है इसमें देखिए. हंसते हंसते मेरे फांसी चढ़ने की सूरत में हिंदुस्तानी माताएं अपने बच्चों के भगत सिंह बनने की आरजू किया करेगी और देश की आज़ादी के लिए कुर्बानी देने वाले की तादाद इतनी बढ़ जाएगी कि क्रांति को रोकना साम्राज्यवाद या तमाम शैतानी शक्तियों के बूते की बात नहीं रहेगी. ഇത് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഫ്രണ്ടിന് എഴുതിയിരിക്കുന്ന കത്തിലെ ഏതാനും ഭാഗങ്ങളാണ്. അല്ലേ, ഹസ്തേ ഹസ്തേ മെരി ഫാസി ചടിനെ കി സൂരത് മേ, അതായത് ചിരിച്ചുകൊണ്ടാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നത്. ഈ സൂരത്ത് ദേഖക്കർ, സൂരത്ത് രൂപം അല്ലേ, ഭഗത് സിംഗിൻ്റെ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള രൂപം കണ്ടിട്ട് ഹിന്ദുസ്ഥാനി മാതായെ അല്ലെ, ഇന്ത്യയിലെ ധാരാളം അമ്മമാരെ അപ്നെ ബച്ചോക്കെ ഭഗത് സിംഗ് ബന്നേക്ക് ആർജു കിയാ കരേഗി, തൻ്റെ മക്കളെ ഭഗത് സിംഗ് ആക്കണമെന്ന് ആഗ്രഹിക്കും എന്നാണ് ആ കത്തിലെ ഭഗത് സിംഗ് എഴുതിയിരിക്കുന്നത്. और देश की आज़ादी के लिए कुर्बानी देने वालों की तादाद അല്ലേ, ദേശ് കി ആസാദി കെ ലിയെ, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുർബാനി ദേനെ വാലോ കി സംഖ്യ, കുർബാന എന്താണ്? ബലിയർപ്പിക്കുക അല്ലെ, തൻ്റെ ജീവൻ ബലിയർപ്പിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇത്തനി ബഡ് ജായകി കി, ഇത്രയും വർദ്ധിക്കും. क्रांति को रोकना साम्राज्यवाद या तमाम शैतानी शक्तियों के बूते की बात नहीं रहेगी. അപ്പം അത്രയും കൂടുതൽ ആളുകളെ എന്താണ് തൂക്കുമരത്തിൽ ഏറ്റപ്പെടാൻ, അതായത് ബ്രിട്ടീഷുകാരെ നേരിടാൻ തയ്യാറായിട്ട് ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി വരുമ്പോഴേ അല്ലെ ബ്രിട്ടീഷ് സാമ്രാജ്യവാദനെ അല്ലെ അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചാലും ഈ വിപ്ലവത്തെ തടയാൻ കഴിയില്ല എന്നാണ് ഭഗത് സിംഗ് എഴുതിയിരിക്കുന്നത്. आगे डायरी का कुछ भाग है. ये मिर्ज़ा गालिब की डायरी है. ഇനി അടുത്ത് വരുന്നത് ഒരു ഡയറിയുടെ കുറച്ച് ഭാഗങ്ങളാണ്. മിർസ ഗാലിബിൻ്റെ ഡയറിയാണത്. അപ്പോൾ കോൻതെ, ആരാണ് ഈ ഗാലിബ് എന്ന് പറയുന്നത്? 1857 में स्वतंत्रता की पहली लड़ाई को अंग्रेज़ों ने परास्त कर दिया. उस समय दिल्ली के सम्राट बहादुर शाह सफर था. अंग्रेज़ों ने बहादुर शाह सफर को कैद करके रंगून में भेज दिया. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ദില്ലി ഭരിച്ചിരുന്നത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ സഫറായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ
തടവ് പുള്ളിയാക്കിയിട്ട് രംഗൂണിലേക്ക് നാടുകടത്തി. बहादुर शाह सफ़र का दरबारी कवि था मिर्ज़ा गालिब. അപ്പോൾ ബഹാദൂർ ഷാഹ് സഫറിൻ്റെ കൊട്ടാര കവിയായിരുന്നു മിർസ ഗാലിബ്. उस समय दिल्ली की स्थिति क्या थी यह इस डायरी के द्वारा मालूम होता है. അല്ലെ ആ അവസരത്തിൽ ദില്ലിയിലെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഈ ഡയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ജിസ് ഗലി മേ രഹ്താ ഹും, അല്ല ഈ ഡയറിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഇതാണ്, ജിസ് ഗലി മേ രഹ്താ ഹും. ഗലി എന്താണ്? സ്ട്രീറ്റ്. അല്ല ഏതൊരു സ്ട്രീറ്റിലാണ് ഞാൻ താമസിച്ചിരുന്നത്. अंग्रेज़ों ने दिल्ली में आते ही सीधे सादे लोगों को मारना शुरू कर दिया. उन्होंने गरीबों के घर भी जला दिए. गोरों के डर से दिल्ली वालों में भगादड़ मच गई. अपनी अपनी जान बचाकर वे भाग निकले. अंग्रेज़ों ने दिल्ली में आते ही क्या किया? അപ്പോൾ ബ്രിട്ടീഷുകാർ ദില്ലിയിലേക്ക് വന്നപ്പോൾ തന്നെ എന്താ ചെയ്തത്? സീധേ സാദേ ലോഗോ കോ മാർന ശുരു കർ ദിയ. അല്ലെ അവിടെ ഉണ്ടായിരുന്ന സീധേ സാദേ എന്താണ്? സാധാരണക്കാരായിരിക്കുന്ന ആം ജനതാക്കോ അല്ലെ സാധാരണ ജനങ്ങളെ മാർന ശുരു കർ ദിയ, വധിക്കാൻ തുടങ്ങി. ഉന്നോനെ ഗരീബോ കെ ഘർ ബി ജലാ ദിയേ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഗരീബ് എന്താണ്? പുവർ അല്ലെ പാവപ്പെട്ട ആളുകളുടെ വീട് നശിപ്പിക്കാൻ തുടങ്ങി. ജലാന എന്താണ്? കത്തിക്കുക. ജലാദിയെ വീടുകളെ കത്തിച്ചു. ഗോരോ കെ ഡർ സെ ദില്ലി വാലോ മേ ഭഗാദട് മച്ച് ഗയി. ഗോരോ കെ ഡർ സെ, ഗോരോ എന്ന് പറയുന്നവരാണ് വെള്ളക്കാരെ ഭയപ്പെട്ടിട്ട് അല്ലെ. ഗോരോ കെ ഡർ സെ ദില്ലി വാലോനെ ക്യാ കിയാ? അപ്നാ ഗാവ് ചോഡ്കർ ചലാ ദിയ. തൻ്റെ ഗ്രാമം വിട്ട് പോകാൻ തുടങ്ങി ദില്ലിക്കാർ. അപ്നി അപ്നി ജാൻ ബജാക്കർ വേ ഭാഗ് നികലെ. അവരവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവർ ഓടിപ്പോയി. जिस गली में मैं रहता हूँ उसमें सिर्फ 10-12 घर थे. गली में घुसने का सिर्फ एक ही रास्ता था. वहाँ कोई कुआं नहीं था. जो लोग भाग नहीं पाए उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिए. जिस गली में मैं रहता हूँ, മിർസ ഗാലിബ് പറയാണ്, ഏതൊരു സ്ട്രീറ്റിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഉസ്മേ സിർഫ് 10-11 ഘർ ഥേ. അവിടെ വെറും എത്ര വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 10-12 അല്ലേ, 10-12 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ഥാ. ആ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കാൻ വെറും ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹം കൊയ് കുവാ നഹി ഥാ. അവിടെ എന്തുണ്ടായിരുന്നില്ല? ആ സ്ട്രീറ്റിലെ കുവ എന്ന് പറയുന്നത് കിണറാണ് അല്ലെ, കിണറുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജോ ലോഗ് ഭാഗ് നഹി പായേ ഉൻ സബ്നെ മിൽക്കർ ഗലി കാ ദർവാസ ഭീതർ സെ ബന്ദ് കർ ദിയ. അവിടെ അവശേഷിച്ചിരുന്ന ആളുകളെ എന്ത് ചെയ്തു? എല്ലാവരും ചേർന്നിട്ട് ആ സ്ട്രീറ്റിൻ്റെ ദർവാസ എന്താണ്? ഡോറ് അല്ലെ, അതിൻ്റെ വാതിലെ ഭീതർ സെ ബന്ദ് കർ ദിയ, ഉള്ളിൽ നിന്ന് അടച്ചു കളഞ്ഞു. അവർ വഹം പത്ഥർ രഖ് ദിയേ. അവിടെ എന്ത് വെച്ചു? കല്ല് വെച്ചു. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. पानी की बड़ी दिक्कत थी. लोग बड़ी सावधानी से आहिस्ता आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार वे खड़े भी खाली हो गए. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे दिन और रात तक समय काटते रहे. लेकिन जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया. वे पानी की तलाश में बर्तन लेकर निकल पड़े, लेकिन पानी तो दूर दूर तक कहीं नहीं था. सोरा बारूद बनाने के काम में आता है. उसी सोरे में पानी जब आप आस पास मिला तो गली वाले उस पानी को घरों में ले आए. और घरों में खाने पीने का जितना सामान था. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ സ്ട്രീറ്റിൻ്റെ വാതിലുകളെ ഉള്ളിൽ നിന്ന് കല്ല് വെച്ച് അടച്ച് കളഞ്ഞു അല്ലേ. അപ്പോഴെന്താണ്? ഘരോമേ ഖാനേ പീനേക്ക ജിത്തന സാമാൻ ഥാ. വീട്ടിലെ അവർക്ക് തിന്നാനും അല്ലേ, ഖാന ഭക്ഷിക്കാനും അതേപോലെ തന്നെ പീനേക്ക കുടിക്കാനും ജിത്തന സാമാൻ ഥാ, വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നു. ധീരെ ധീരെ ഖത്മ ഹോനെ ലഗ. അത് മെല്ലെ മെല്ലെ എന്താണ്? ഖത്മ ഹോന എന്താണ്? തീർന്നു പോയി, അവസാനിക്കാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്ത് ഥി. ദിക്കത്ത് ഡിഫിക്കൽട്ടി അല്ലെ, വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലോഗ് ബഡി സാവധാനി സെ അഹിസ്ത അഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. ജനങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി അഹിസ്ത അഹിസ്ത എന്താണ്? സ്ലോലി അല്ലെ, മെല്ലെ മെല്ലെ ആ വെള്ളം കുടിക്കാൻ തുടങ്ങി, കുടിച്ചുകൊണ്ടിരുന്നു.
लेकिन आखिरकार वे घड़े भी खाली हो गए. ആഖിർകാർ ഫൈനലി അല്ലെ അവസാനമായപ്പോഴേക്കും ആ പാത്രത്തിലെ വെള്ളം എന്തായി? കാലിയായി. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. അങ്ങനെ ആയപ്പോഴേ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന ആളുകളൊക്കെ 2 പകലും 2 രാത്രിയും അല്ലേ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ സമയം കഴിച്ചു കൂട്ടി. लेकिन जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया. എന്നാലേ പ്യാസ് ബർദാസ്ത് ബർദാസ്ത് പറഞ്ഞാൽ എന്താണ്? സഹിക്കാൻ കഴിയാതാവുക അല്ലേ, സഫർ ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴേ അവരെന്ത് ചെയ്തു? ഗലി കാ ദർവാസ ഖോൽ ദിയ, ആ സ്ട്രീറ്റിൻ്റെ ആ ഡോറ് തുറന്നു. വേ പാനിക്ക് തലാസ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ. അങ്ങനെ അവർ വെള്ളം, തലാസ് എന്താണ്? സെർച്ച് അല്ലെ, വെള്ളം അന്വേഷിച്ചുകൊണ്ട് പാത്രവുമായിട്ട് ഇറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹി നഹി ഥാ. എന്നാൽ വെള്ളം എന്താണ്? വളരെ ദൂരത്തോളം എവിടെയും ഉണ്ടായിരുന്നില്ല. സോര ബാരൂദ് ബനാനയ്ക്ക് കാമേ ആത്താ ഹേ. ഇവിടെ ഒരു സോര എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്, വെടിയുപ്പ് അല്ലേ. അതുപോലെ ബാരൂദ് എന്താണ്? ഗൺ പൗഡർ അല്ലേ. ഗൺ പൗഡർ ഉണ്ടാക്കിയിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ മാത്രമേ കുറച്ച് വെള്ളം അവശേഷിച്ചിരുന്നുള്ളൂ. ഉസി शोरे का पानी जब आस पास मिला तो गली वाले उस पानी को घरों में ले आए. ആ സ്ഥലത്തുള്ള വെള്ളം ലഭിക്കാൻ തുടങ്ങിയപ്പോഴേ അവിടെയുള്ള ആളുകൾ ആ വെള്ളം സ്വരൂപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. वो पानी इतना कड़वा और बदबूदार था कि लोग जैसा पानी नहीं मौत पी रहे हो. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. അങ്ങനെയുള്ള ജഹരീലെ എന്താണ്? പോയ്സണസ് അല്ലെ, വിഷമുള്ള വെള്ളം കുടിച്ചിട്ടേ അവരെന്ത് ചെയ്തു? ദാഹം ശമിപ്പിച്ചു. वो पानी इतना कड़वा और बदबूदार था അല്ലെ, ആ വെള്ളം അത്രയും അല്ലെ കയ്പുള്ളതും അതേപോലെ ബദ്ബൂദാർ എന്താണ്? വളരെ ബാഡ് സ്മെല്ലായിരുന്നു അതിന് അല്ലെ, ദുർഗന്ധമുള്ളതുമായിരുന്നു. ജैसे पानी नहीं मौत पी रहे हो. ये पानी പീത്തെ സമയ എസ ലഗ്താ ഹെ അല്ലെ, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയാണ് തോന്നിയത്. എന്താ തോന്നിയത്? ജൈസെ പാനി നഹി മൗത് പി രഹേ ഹോ. അത് വെള്ളമല്ല, ശരിക്കും എന്താണ്? മരണത്തെയാണ് അവർ കുടിക്കുന്നതെന്ന് അവർക്ക് തോന്നി. एक दिन बरसात हुई, खूब पानी बरसा. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. वो पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. एक दिन बरसात हुई. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തുണ്ടായി? മഴയുണ്ടായി. ഖൂബ് പാനി ബർസ, ആ മഴയിൽ ധാരാളം വെള്ളം പെയ്തിറങ്ങി. हमने एक चादर बांध ली. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു വലിയ ബ്ലാങ്കറ്റ് കെട്ടിവെച്ചു. और एक मटका उसके नीचे रख दिया. എന്നിട്ട് അതിനടിയിലായിട്ട് ഒരു മട്ക എന്താണ്? വലിയൊരു പാത്രമാണ്, ഒരു വലിയൊരു പോട്ട അതിനെ അടിയിലായിട്ട് വെച്ചു. वो पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. ആ വെള്ളമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദൗലത്ത് എന്താണ്? വെൽത്ത്, ഏറ്റവും വലിയ സമ്പത്ത്. असली मुसीबत 5 अक्टूबर 1857 को आई, जब कुछ अंग्रेज़ मेरे घर में घुस आए. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. वहाँ से कुछ दूरी पर कर्नल ब्राउन नाम का एक अंग्रेज़ अफसर था. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. ब्राउन का चेहरा सुर्ख था, आंखें भी लाल लाल थी. उसकी ऊंचाई 4 फुट से भी ज़्यादा थी. उसने मुझसे पूछा, आप क्या करते हैं? असली मुसीबत 5 अक्टूबर 1857 को हुई. ശരിക്കും ഉള്ള മുസീബത്ത് എന്താണ്? പ്രയാസം അല്ലേ. ഏത് ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്? 1857 അല്ലേ, ഒക്ടോബർ 5 ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ആയി അല്ലേ. അന്നാണ് കുറച്ച് ബ്രിട്ടീഷുകാരെ നമ്മുടെ മിർസ ഗാലിബിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. उन्होंने मेरे साथ मेरे बच्चों, दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. അല്ലേ, അവരെന്താ ചെയ്തത്? മേരെ സാത്ത്, ഗാലിബിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും അവിടെ ഉണ്ടായിരുന്ന വേലക്കാരെയും കുറച്ച് പഡോസിൻ അല്ലെ, നെയ്ബേഴ്സിനെയും ഒക്കെ എന്താണ്? ഗിരഫ്താർ കർ ലിയ. ഗിരഫ്താർ കർണ എന്താണ്? അറസ്റ്റ് ചെയ്യുക. വഹാം കെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ ഥാ. അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് കേണൽ ബ്രൗൺ എന്നുള്ളൊരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. ഗിരഫ്താർ കിയ ഗയ ലോഗ് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേശ് കിയെ ജാ രഹേ ഥേ. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോരുത്തരായിട്ട് ഈ ബ്രൗണിൻ്റെ അടുത്ത്
ഹാജരാകണമായിരുന്നു. ബ്രൗൺ ക ചെഹ്റ സുർഖ്ദ, ഈ ബ്രൗണിൻ്റെ മുഖം എന്താണ്, ചുവന്നിട്ടായിരുന്നു. സുർഖ് റെഡാണ്. ആഖേ ബി ലാൽ ലാൽ ധി, ഇനി കണ്ണുകളോ അതിലും ചുവപ്പ് നിറമുള്ളതായിരുന്നു. ഉസ്കി ഊഞ്ചായി ചഹ് ഫുട്ട് സെ ബി സ്യാദ ധി, അദ്ദേഹത്തിൻ്റെ ഉയരം എന്താണ്, ചഹ് ഫുട്ട്, അല്ല 5 ഫീറ്റിനേക്കാളും ഉയരത്തിലായിരുന്നു. അല്ല 5 അടിയേക്കാൾ ഉയരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഉസ്നെ മുജസെ പൂച്ച അബ് ക്യാ കർത്തെ ഹെ, അല്ല അദ്ദേഹം എന്നോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത്. മെനെ കഹ ഉറുദു മേ കവിത ലിഖ്താ ഹും, ഗാലിബ് പറഞ്ഞു ഞാൻ ഉറുദുവിലെ കവിത എഴുതുന്നു. തോ തും പോയിറ്റ് ഹോ, ഉസ്നെ കഹ, അങ്ങനെയാണെങ്കിൽ നീ പോയിറ്റാണോ എന്ന് ചോദിച്ചു. മെനെ സിർ ഹിലാക്കർ ഹാമി ഭരി ഹാം, ഞാൻ തലയാട്ടിക്കൊണ്ട് ഹാം എന്ന് പറഞ്ഞു. मेरे जवाब से ब्राउन को खुशी हुई. उसने अपने सिपाहियों को हुक्म दिया, इनको इजाज़त के साथ घर वापस लौट आओ. मेरे जवाब से ब्राउन को खुशी हुई. അപ്പോൾ ബ്രൗൺ ആരായിരുന്നു, പോയിറ്റിനെ അല്ലെ കവികളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു, ഉസ്നെ അപ്നെ സിപ്പാഹിയോക്ക് ഹുക്കും ദിയ, അദ്ദേഹം തൻ്റെ ഭടന്മാരോട് ഓർഡർ ചെയ്തു. ഹുക്കും എന്താണ്, ഓർഡർ, ആജ്ഞാപിച്ചു. എനിക്കു ഇജാസത്ത് കെ സാത്ത്, ഇജാസത്ത് എന്താണ്, റെസ്പെക്റ്റ്, അല്ലെ അദ്ദേഹത്തെ റെസ്പെക്റ്റോടുകൂടി ഘർ വാപ്പസ് ചോടാവും, വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे सादे लोग हैं, उन्हें भी रिहा कर दिया जाए. मैंने कर्नल ब्राउन से निवेदन किया, നിവേദൻ അപ്പീൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചു. അതാണ് मेरे साथ गिरफ्तार किए गए പടോസി ബെഹദ് സീദേ സാദേ ലോഗ് തേ, അല്ലെ എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ നെയ്ബേഴ്സ്, അല്ലെ എൻ്റെ അയൽക്കാരെന്താണ്, വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. ഉനെ ഭി റിഹാക്കർ ദിയാ ജായേ, അവരെ എന്ത് ചെയ്യണം, റിഹാക്കറിന് എന്താണ്, റിലീസ് ചെയ്യുക, അവരെയും മോചിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. യെ ലോഗ് ഭി കവിത കർത്തെ ഹെ മെനെ കഹ, അപ്പോൾ കവികളോട് നമ്മുടെ കേണൽ ബ്രൗണിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ ഗാലിബ് എന്ത് പറഞ്ഞു, അവരും എന്ത് ചെയ്യാറുണ്ട്, കവിത എഴുതാറുണ്ടെന്ന് പറഞ്ഞു. कर्नल ने उनको भी घर जाने की इजाज़त दे दी. इस कविता के कारण उस रोज़ करीब 50 आदमियों की जान बच गई. കേണലിനെ ഉൻകോ ഭി ഘർ ജാനെ കി ഇജാസത്ത് ദേ ദി, അങ്ങനെ കേണൽ അവരെയും വീട്ടിൽ പോകാൻ അനുവദിച്ചു. ഇസ് തരഹെ കവിതാ കെ കാരൺ, അല്ലെ ഇങ്ങനെ കവിതയുടെ പേര് പറഞ്ഞിട്ട് ആ ദിവസം എന്താണ്, കരീബ് അല്ലെ എബൌട്ട് 50 ആദ്മിയോ കി ജാൻ ബച്ച് ഗയി, ഏകദേശം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. आगे की ओर देखिए, हम गली वालों ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे. जेल शहर से बाहर थी और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों की ठूस ठूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों ही कैदखानों में बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोग मर डाले गए. हम गली वालों ने तो किसी तरह अपने प्राण बचा लिए. അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലുള്ള ആളുകളെ എങ്ങനെയോ അവരുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷ നേടി. മഗർ മേ ഉൻ ഹസാരോ അബാഗെ ദില്ലി വാലോ കെ ബാരെ മേ ക്യാ കഹും. അപ്പോൾ ഗാലിബ് പറയാണ്, എന്നാൽ ഞാൻ ആ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിനുള്ള ദില്ലിയിലുള്ള ആളുകളെക്കുറിച്ച് എന്തു പറയാനാണ്. അഭാഗെ എന്താണ്, നിർഭാഗ്യവാന്മാരായിരിക്കുന്ന ആ ദില്ലിക്കാരെ കുറിച്ച് ഞാൻ എന്തു പറയും. ജോ ഹവാലാത്ത് ഔർ കൈദ് ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ, അവരും എന്താണ്, തടവിലെ അല്ലേ, അതായത് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. അല്ലേ, ഈ 2 സ്ഥലത്തും അല്ലെ അവർ കസ്റ്റഡിയിൽ വച്ചിരുന്ന ആളുകളുടെ സംഖ്യ വളരെയധികമായിരുന്നു. ഇൻ ദോനോ ഹി ജഗഹ് മേ അല്ലെ ബേശുമാർ എന്താണ്, കൗണ്ട്ലെസ് ആണ്, അസംഖ്യം, എണ്ണാൻ കഴിയാത്തത്രയും ആളുകളുണ്ടായിരുന്നു. ബേഗുനാഹ് എന്താണ്, അവരൊക്കെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അല്ലെ ഠൂസ് ഠൂസ് കർ ബർ ദിയാ ഗയ, അവരെ എന്താണ് അങ്ങനെ കുത്തി നിറച്ചിരിക്കുകയായിരുന്നു പ്രിസണിൽ.
इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो അല്ലെ. അവിടെ കണ്ടാലേ അങ്ങനെ തോന്നും, എന്താണ്, ഒരാൾക്ക് മുകളിൽ മറ്റൊരാൾ നിന്നിരിക്കുകയാണ്. അത്രയും ആളുകളെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു ജയിലുകളിൽ. സാസ് ലേനെ ബി ദിക്കത്ത് ഹോ രഹി ഥി. അവിടെ അവർക്ക് ശ്വാസം കഴിക്കാൻ പോലും എന്തായിരുന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇൻ ദോനോ ഹി ഖൈദ്ഖാനോ കെ ബന്ദിയോ കോ ബാദ് മേ ഫാസി ദീ ഗയി അല്ലേ. അങ്ങനെ ആ 2 ജയിലിലും അടച്ച ബന്ദികളെ, തടവ് പുള്ളികളെ അവസാനം എന്താ ചെയ്തത്, തൂക്കുമരത്തിലേറ്റുകയാണ് ചെയ്തത്. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മർ ഡാലേഗേ. ആർക്കറിയാം എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചതെന്ന്. അപ്പോൾ മിർസ ഗാലിബിൻ്റെ ഡയറി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇത്രയും ഭാഗം എടുക്കുന്നുള്ളൂ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.